കഴിഞ്ഞ ദിവസം തൃപ്പൂണിത്തുറയില് BJP സംഘടിപ്പിച്ച വികസിത തൃപ്പൂണിത്തുറ എന്ന് പറയുന്ന ഒരു യോഗം. അതായത് സുരേഷ് ഗോപി, പിന്നെ സുരേഷ് ഗോപി എവിടെ എത്തിയാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വാർത്തയാണ്. എന്തെങ്കിലുമൊക്കെ അവിടെ വിളിച്ചു പറയും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും. പൊതുവെ ഇങ്ങനെ ഇത് പിന്നിപ്പോ വലിയ മൈൻഡ് കൊടുക്കാറില്ല, പല മാധ്യമങ്ങളും വലിയ മൈൻഡ് കൊടുക്കാറില്ല സുരേഷ് ഗോപിക്ക് ഇല്ല അയാളുടെ സംസാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. പക്ഷെ സുരേഷ് ഗോപി ഇപ്പൊ ഈ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിംസ് വരും മറ്റേ മോനെന്ന്. അപ്പൊ ഈ സുരേഷ് ഗോപി ഉദ്ദേശി ആരുടെയും പേരൊന്നും സുരേഷ് ഗോപി വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും സുരേഷ് ഗോപി ഉദ്ദേശി മറ്റേ മോൻ ആരായിരിക്കും? അതിന് സംശയം എന്താ, ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും മനസ്സിലായത് KV ഗണേഷ് കുമാർ ആണെന്ന്. KV ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം അവരുടെ ഈ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ ഒരു സത്യാഗ്രഹ സമരം ഉണ്ടായിരുന്നു, മന്ത്രിമാരുടെ എല്ലാം. അപ്പൊ ഈ മന്ത്രിമാരുടെ സത്യാഗ്രഹ സമരത്തിനിടയിൽ KV ഗണേഷ് കുമാർ ഈ എയിംസും കൊണ്ട് നടക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പൊ ആലപ്പുഴ എന്തോ ഇതിന്റെ അമ്മയുടെ നാടാണ്, അപ്പൊ അതുകൊണ്ട് ആലപ്പുഴയ്ക്ക് കൊടുക്കും, അല്ലെങ്കിൽ തെങ്കാശിക്ക് കൊടുക്കും, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ശരിക്കും ഗണേഷ് കുമാർ ശരിക്കും ട്രോളുന്നുണ്ട്. അതായത് പിന്നെ കാര്യം പുള്ളി പണ്ട് നോമ്പ് സമയത്ത് ഞാൻ വലിയ മതസൗഹാർദ്ദക്കാരനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ നോമ്പ് കഞ്ഞി ഈ പാത്രത്തിൽ നിന്ന് മൊത്തം വടിച്ചു കുടിക്കുന്നതൊക്കെ പുള്ളി PR വർക്ക്, പുള്ളിയുടെ കൂടെ PR വർക്ക് എന്ന് പറഞ്ഞ കുറെ പോഴന്മാരുണ്ട്. അപ്പൊ ഇവന്മാരെല്ലാം കൂടെ വീഡിയോ എടുത്ത് പുറത്തിട്ട് കഴിഞ്ഞപ്പോ ഇതിനെ അങ്ങ് ട്രോളി, കഞ്ഞി അങ്ങ് വടിച്ച് ഒപ്പി അങ്ങ് കുടിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈകൊണ്ട് വടിച്ചൊക്കെ കുടിച്ച് ഞാൻ മതസൗഹാർദ്ദക്കാരനാണ്, പിന്നെ മതേതരനാണ് എന്നൊക്കെ ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന നാടകങ്ങൾ. അങ്ങനെ ഒരു നാടകം നടത്തിയതാണ് കഴിഞ്ഞ ഒരു ദിവസം പൊളിഞ്ഞത്. ബീഫ് കൊണ്ട് കൊടുത്തു, ബീഫും കപ്പ എന്തോ കഴിക്കാൻ കൊടുത്തു. ആ ബീഫൊക്കെ ഭാര്യ കാര്യം കഴിച്ചു കഴിഞ്ഞിട്ടാണ് അത് ബീഫായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ചിലർ പറഞ്ഞു ക്യാമറ ഓഫ് എന്ന് പറഞ്ഞു. ബീഫ് സുരേഷ് ഗോപി തിന്നുന്നത് പുറം ലോകം കാണാറുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ബീഫാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ വിഷയമൊക്കെ ഉണ്ടാക്കി. അപ്പം അങ്ങനെയൊക്കെയുള്ള കോമാളിത്തരം കുറെയൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ സുരേഷ് ഗോപി പലപ്പോഴും ഈ പ്രസംഗിക്കുന്നത് ഈ കൈവിട്ട് പോകുന്ന രീതിയിൽ, എന്ന് വെച്ചാൽ താൻ ഒരു വലിയ ഹീറോയാണ് എന്നുള്ള ലെവലിൽ ഇപ്പോഴും സുരേഷ് ഗോപിക്ക്, ഞാൻ പലപ്പോഴും നമ്മൾ ചർച്ചയ്ക്കിടയിലോ അല്ലാതെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, സുരേഷ് ഗോപിയുടെ ചിന്ത ഇപ്പോഴും പുള്ളി എന്തോ വലിയ താരമാണ്, ഞാൻ ഒരു വലിയ ഹീറോയാണ് എന്ന് പറയുന്ന ഒരു പരിവേഷത്തിലാണ് ഇപ്പോഴും പുള്ളി പൊക്കോണ്ടിരിക്കുന്നത്. അപ്പം മറ്റേ മോൻ എന്ന് വിളിക്കുന്ന ഒരു സാധനമുണ്ട്. അതിനകത്ത് പിന്നെ KV ഗണേഷ് കുമാറിനെ കുറിച്ച് തന്നെയാണ്, എയിംസ് വരും കേട്ടോ മറ്റേ മോനെ എന്നാണ് പുള്ളി പറയുന്നത്. എയിംസ് എവിടെ വരും എന്നുള്ളതാണ് ഇതുവരെ നമുക്ക് മനസ്സിലാകാത്തത്. അന്നൊരു ദിവസം ചേട്ടൻ നമ്മുടെ ചർച്ചയിൽ ചേട്ടൻ പറഞ്ഞ പോലെ ഇതിങ്ങനെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുക, ഒരു കൊട്ടയ്ക്കകത്തൊരു എയിംസ്, ഒരു 3-4 എയിംസ് എടുത്തിട്ടുണ്ട് ഇങ്ങനെ നടക്കുന്ന ഒരു ഫീലാ പുള്ളി. ഇപ്പൊ എയിംസ് എവിടെ വേണം, ഇവിടെ വേണം, ഇത് നമ്മൾ ഈ വഴിയോര കച്ചവടക്കാരിക്കത്തില്ലേ എന്ന് പറയുന്ന പോലെ എയിംസ് ആണ് പുള്ളി കൊണ്ട് നടക്കുന്നത്. ഈ അടുത്ത സമയത്ത് VD സതീശന്റെ ഒരു ട്രോള് കണ്ട പോലെ, VD സതീശന് TC കൂടി ഒരു സൈക്കിളിൽ പോകുന്നു, ആ സൈക്കിളിലാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന ഒരു മീമാണ് കണ്ടത്. അപ്പൊ തൂക്കിയിട്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതാ കുറെ വീടുകൾ തൂക്കിയിട്ട്, വീട് വേണോ വീട്, സംഭവം വയനാട്ടിൽ 100 വീട് 300 വീട് വെച്ചു കൊടുക്കുമെന്ന് പറഞ്ഞില്ല. അപ്പൊ 300 വീട് ഇങ്ങനെ സൈക്കിളെ തൂക്കിയിട്ടിട്ട് സതീഷിന്റെ കയ്യിൽ ഒരു വീട് ഇരിപ്പുണ്ട്, വീട് വേണോ വീട് എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നടക്കുന്ന പോലെ ഒരു സാധനം എന്ന് പറയുന്ന പോലെ ഈ സുരേഷ് ഗോപി ഇപ്പൊ തലയിലാണെങ്കിൽ എയിംസ് ഇട്ടുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. നിങ്ങൾക്ക് തെങ്കാശി വേണമെങ്കിൽ തെങ്കാശി, തിരുനെൽവേലി എങ്കിൽ തിരുനെൽവേലി, തൃശ്ശൂർ എങ്കിൽ തൃശ്ശൂർ, ആലപ്പുഴ എങ്കിൽ ആലപ്പുഴ, തിരുവനന്തപുരം എങ്കിൽ തിരുവനന്തപുരം, എവിടെ ഞാൻ ഈ കൊട്ടയൊന്ന് കൊട്ടിക്കുടഞ്ഞിടണം. ഇതാണ് സുരേഷ് ഗോപിക്ക് ഇപ്പോഴും അറിയാൻ വയ്യാത്ത ഒരു പ്രശ്നം. അങ്ങനെ ഇതും കൊണ്ട് അങ്ങ് നടക്കുകയാണ്. അപ്പൊ ഇതിനെയാണ് ശരിക്കും അപഹാസ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അപഹസിക്കപ്പെടേണ്ടതല്ലേ, അല്ലാന്നുണ്ടെങ്കിൽ ട്രോള് ചെയ്യപ്പെടേണ്ട കാര്യമല്ലേ സുരേഷ് ഗോപി കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അതല്ലേ ഞാൻ ആദ്യം പറഞ്ഞ, ഈ പറയുന്ന സുരേഷ് ഗോപി എവിടെ ചെന്നാലും എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടും, വാർത്തക്കകത്തുള്ള വീണ് കിട്ടും, ഒന്നെങ്കിൽ വായിന്ന് വീഴും, അല്ലെങ്കിൽ കാട്ടിക്കൂട്ടുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവൃത്തി കൊണ്ടെങ്കിലും വീണ് കിട്ടാറുണ്ട്. വീണ്ടും സുരേഷ് ഗോപി ചർച്ചാ വിഷയത്തിലേക്ക് തന്ത്രി കുടുംബത്തിൽ ജനിക്കണമെന്നും പൂണൂലിട്ട വർഗമാണോ എന്നൊക്കെ പറയേണ്ട കുന്നതകുല ജാതൻ, അങ്ങനെയാണ് ഈ സുരേഷ് ഗോപിക്ക് ഉന്നതകുല ജാതൻ എന്നുള്ള പേര് വീഴുന്നത്. അപ്പം പിന്നെ തന്നെയല്ല ഈ ആദിവാസി വിഷയങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന പട്ടികക്ഷേമ വകുപ്പുണ്ടല്ലോ, അപ്പൊ പട്ടികജാതി വർഗക്ഷേമ വകുപ്പ് ഇത് നോക്കി നടത്താൻ ഉന്നതകുല ജാതന്മാരാണ് നല്ലതെന്ന് അദ്ദേഹം ഒരു പരാമർശമൊക്കെ നടത്തുകയുണ്ടായി. അപ്പൊ ഇതെല്ലാം സുരേഷ് ഗോപിയുടെ ചില ഗിമിക്സുകളാണ്. ഈ എന്ന് വെച്ചാൽ പൊട്ടനാണോ എന്ന് ചോദിച്ചാൽ ആണോ ഇല്ലയോ എന്ന് ജനങ്ങൾക്ക് രണ്ട് മനസ്സ് തോന്നണം. അപ്പം പൊട്ടനായിട്ട് അഭിനയിക്കുന്നതാണോ എന്ന് ചോദിച്ചാലും ആൾക്കാർക്ക് തോന്നുന്നത് രണ്ട് മനസ്സ്, ചിലപ്പോൾ ആയിരിക്കും അല്ലെങ്കിൽ അല്ല. അപ്പൊ എന്റെ അർത്ഥം മനസ്സിലായല്ലോ ഏറെക്കുറെ. അപ്പൊ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഈ സുരേഷ് ഗോപി. ഇപ്പൊ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം ഒരു പ്രശ്നം പറ്റി. അതായത് കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മുടെ ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങായിരുന്നു. ആ ഉദ്ഘാടന ചടങ്ങില് പിണറായി വിജയൻ വാരി എടുത്തിട്ടും കൊടുത്ത്. അപ്പൊ പിണറായി വിജയൻ അവിടെ നിന്നുണ്ട്, ഇവരൊക്കെ വരുമെന്ന് അറിഞ്ഞിട്ട് തന്നെ ആയിരിക്കും അല്ലെ സുരേഷ് ഗോപി പങ്കെടുക്കുന്ന, എന്തായാലും മുഖ്യമന്ത്രിക്ക് അറിയാമല്ലോ. മുഖ്യമന്ത്രി നല്ലൊരു പ്രസംഗമാണ് തയ്യാറാക്കി വെച്ചിരുന്നത്. JSK അടക്കം, അതായത് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള അടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി അങ്ങ് പരാമർശിക്കുകയും ചെയ്തു. ഹൈദരലി എന്ന് പറയുന്ന കലാമണ്ഡല ഹൈദരലി എന്ന് പറയുന്ന ഒരു കഥകളി ഗായകനുണ്ട്. അപ്പൊ
അദ്ദേഹത്തിന് ഒരിക്കലൊരു ക്ഷേത്രത്തിൽ വെച്ചുണ്ടായ ഒരു ദുരനുഭവം. അദ്ദേഹം മുസ്ലിമാണ്. അപ്പം കലയ്ക്ക് മതമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അപ്പൊ പല കലാകാരന്മാരെയും അങ്ങനെ ആട്ടിയകറ്റപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പറഞ്ഞ ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കഥകളി എന്ന് പറഞ്ഞത് ക്ഷേത്രകലയാണ്. അപ്പം ക്ഷേത്രകലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കഥകളി നടക്കുന്നു. അപ്പൊ കഥകളി നടക്കുമ്പോൾ അതിന് ഗായകൻ ഈ കലാമണ്ഡലം ഹൈദരലിയാണ്. അപ്പൊ ഹൈദരലി നല്ലൊരു വിശ്വാസി കൂടിയായിരുന്നു എന്ന് മുഖ്യമന്ത്രി അനുസ്മരിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിനെ പാടാനായിട്ട് കൊണ്ടുവന്നു. പാടാനായിട്ട് വന്നപ്പം ഇദ്ദേഹം ലോകം മുഴുവൻ പിന്നെ കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു കലാകാരനാണല്ലോ. അപ്പൊ ഹൈദരലിയാണ് ഈ വന്നത് എന്നെല്ലാവർക്കും അറിയാം. അപ്പൊ ഹൈദരലി എങ്ങനെ ക്ഷേത്രത്തിൽ കയറും? ഹൈന്ദവരായിട്ടുള്ളവർ മാത്രം, അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്ത ക്ഷേത്രത്തിൽ എങ്ങനെയാണ് ഹൈദരലിയെ കൊണ്ട് പാടിക്കുക? അതിന് അവിടുത്തെ പിന്നെ തന്ത്രവിധി പ്രകാരം ഈ കുറെ തന്ത്രിമാരുണ്ടല്ലോ പലയിടങ്ങളിലും. ഈ തന്ത്രി എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്ത്രി ഉടനെ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ട് പൊളിച്ചിട്ട് ആ മതിലിന് പുറത്ത് ഹൈദരലിയെ നിർത്തി പാടിക്കാം. അപ്പൊ സ്റ്റേജുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ക്ഷേത്രത്തിന് പുറത്താവും. അപ്പൊ ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്ത് ഹൈദരലി വരും. അപ്പൊ അങ്ങനെ ഇന്ന് പാടുന്നതിന് കുഴപ്പമൊന്നുമില്ല. ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനകത്ത് പ്രവേശിക്കുന്നതാ തെറ്റ്. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഇവർ തിരഞ്ഞെടുക്കുകയും ക്ഷേത്രത്തിന് പുറത്ത്, ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്തായിട്ട് ഒരു സ്റ്റേജ് പണിഞ്ഞുകൊണ്ട് ഹൈദരലിയെ കൊണ്ട് പാട്ട് പാടിക്കുകയും ചെയ്തു. അങ്ങനെ കലയിലേക്ക് മതം എന്ന് പറയുന്നത് സന്നിവേശിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്ന വലിയൊരു സംഭവമാണ്, അല്ലെങ്കിൽ വലിയൊരു കാര്യമാണ് മുഖ്യമന്ത്രി അവിടെ പറഞ്ഞു വെക്കുന്നത്. അതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് രാഷ്ട്രീയമായിട്ടോ എന്ത് വേണേ നമുക്ക് ചിന്തിക്കാം. അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. അതിനകത്ത് തന്നെ മുഖ്യമന്ത്രി JSK എന്ന് പറയുന്ന ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കെതിരായി ഇവിടുത്തെ എന്താ പറയാ സെൻസർ ബോർഡ് എടുത്ത സമീപനം, അതുവരെ ആ സിനിമ പുറത്തേക്ക് വന്നിട്ടില്ല. JSK ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. കേരളത്തില് ജാനകി എന്നുള്ള പേരിൽ പണ്ട് കാലം മുതൽ നമ്മൾ കേൾക്കുന്ന പേരാണ് ജാനകി, ജാനമ്മ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരുകൾ. ഇങ്ങനെ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പേര് ഒരു കഥാപാത്രത്തിന് വരുമ്പോൾ ആ കഥാപാത്രത്തിനോട്, അല്ലെങ്കിൽ ആ പേര് കഥാപാത്രത്തിന് ഇട്ട സംവിധായകരോട് തോന്നിയ അസഹിഷ്ണുത, അതിന്റെ നിർമ്മാതാക്കളോട് തോന്നിയ അസഹിഷ്ണുത, ഇതാണ് ശരിക്കും ഇവിടെ കണ്ടത്. ആ സംഭവത്തിനെതിരെ ഒന്ന് നാവനക്കി ഒരു കാര്യം പറയാൻ പോലും ഈ കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിട്ടില്ല. സുരേഷ് ഗോപി നായകനായി അഭിനയിച്ച ചിത്രം കൂടിയാണ്. എന്നിട്ട് എന്തുകൊണ്ട് സുരേഷ് ഗോപി ഇതിനെതിരെ ഒരു അക്ഷരം വാദമൊന്നും മിണ്ടിയില്ല എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. അപ്പൊ അതിനെ വ്യംഗ്യമായി പറയുകയായിരുന്നു മുഖ്യമന്ത്രി ചെയ്തത്. അവിടെ അദ്ദേഹം പരാമർശിച്ചിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. അങ്ങനെ പോലും നമ്മുടെ നാട്ടിൽ കലയ്ക്ക് വിലക്കേർപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത് നിങ്ങൾ കുട്ടികൾ ഓർത്തിരിക്കുക എന്നുള്ളതാണ്, കുഞ്ഞുങ്ങളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന 10ാം ക്ലാസ് വരെ എത്തുന്ന കുട്ടികളാണല്ലോ നിരന്നിരിക്കുന്നത്. അപ്പൊ ആ കുട്ടികൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കണം. കല എന്ന് പറയുന്ന ഒരു വലിയ സംഭവത്തിൽ ഒരിക്കലും മതമോ ജാതിയോ രാഷ്ട്രീയമോ കടന്നു വരാൻ പാടില്ല എന്ന് പറയുന്ന വലിയൊരു സിദ്ധാന്തമാണ് മുഖ്യമന്ത്രിയോട് അവതരിപ്പിച്ചത്. അത് സുരേഷ് ഗോപി ഇരുന്ന വേദിയിലായിപ്പോയി. അത് വളരെ ആപ്റ്റായിരുന്നു, വളരെ കറക്റ്റായിട്ട് മുഖ്യമന്ത്രി പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. ആ സമയത്ത് ഇതേ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായിട്ടിരിക്കുന്ന സുരേഷ് ഗോപി ഇരിക്കുന്ന അതേ വേദിയിൽ വി ശിവൻകുട്ടി കയറിയുന്നുണ്ട്. കേരളത്തിന് ഫണ്ട് എത്ര കിട്ടാനുണ്ട്? 1024 കോടി രൂപ നമുക്ക് ഫണ്ട് അലോക്കേഷന് നമുക്ക് കിട്ടാനുണ്ട്. എന്നിട്ട് അവിടെ കേന്ദ്രത്തിനെതിരായ ഒരു വലിയ വെല്ലുവിളി വി ശിവൻകുട്ടി നടത്തും. ആണ് പിന്നെ ശിവൻകുട്ടിയുടെ തന്റേടം നമ്മൾ പറയുന്നത്. വലിയ വെല്ലുവിളി നടത്തി. അതിനും കിട്ടിയില്ലെങ്കിലും വേണ്ടുമില്ല, നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ ഒരു കുറവും വരുത്താതെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു സർക്കാരാണ് ഇത് എന്ന് പറഞ്ഞു വെക്കാൻ നട്ടലുള്ള ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെയാണ് വി ശിവൻകുട്ടി എന്ന് ഞാൻ പറയും. അവർ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒരു കുറവും വരുത്തില്ല എന്ന് പറയാൻ ആർജവം കാണിച്ചൊരു മുഖ്യമന്ത്രി. ആ പല കാര്യങ്ങളും സിലബസിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞ സമയത്ത് പോലും, സിലബസിൽ നിന്ന് ഒഴിവാക്കിയ സമയത്ത് പോലും അതെല്ലാം പ്രത്യേകമായി പാഠ്യവിഷയമാക്കിയ ഒരു സർക്കാരാണ് ഇവിടെയുള്ളത് എന്നുള്ള കാര്യം കൃത്യമായി കുട്ടികൾ അറിയണം. അതെല്ലാം കുട്ടികൾ അറിയണമെന്നേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 25 വർഷത്തിന് മുൻപ് ഇവിടെ നടന്ന ഗോധ്ര കലാപവും ട്രെയിൻ തീവെപ്പും അതായത് ഗുജറാത്ത് കലാപവും ഒക്കെ ഈ സിനിമയിലൂടെ പുറത്തേക്ക് വന്നപ്പോൾ വർഷങ്ങൾക്ക് ശേഷം 25 വയസ്സുള്ള ഒരു കുട്ടിക്ക് അതിനെക്കുറിച്ചൊരു ബോധമില്ല. എന്താണ് ഗുജറാത്ത് കലാപം, അതിന്റെ പശ്ചാത്തലം എന്തായിരുന്നു എന്നതിനെ കുറിച്ചൊന്നും ഇവിടുത്തെ കുട്ടികൾക്കാർക്കും വലിയ ജ്ഞാനമൊന്നുമില്ല. അവർക്കറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു എമ്പുരാൻ L2 എന്ന് പറയുന്ന ഒരു സിനിമ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ സിനിമയ്ക്കെതിരായി ഉണ്ടായ ഒരു പ്രശ്നം ഒന്ന് ആലോചിച്ച് നോക്കൂ. സംഘപരിവാറുകാർ അത് ഏതറ്റം വരെ കൊണ്ടെത്തിച്ചു എന്നുള്ള കാര്യം ആലോചിച്ച് നോക്കൂ. ഇവിടെ എത്ര നടന്മാർ, മോഹൻലാൽ അടക്കമുള്ള നടന്മാർ മാപ്പ് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നില്ലേ? ഇതാണ് കലയ്ക്ക് മുകളിലേക്ക് മതവും രാഷ്ട്രീയവും കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന പ്രതിസന്ധി എന്ന് കൃത്യമായി പറഞ്ഞു വെക്കാൻ സാധിച്ചു. കേന്ദ്ര സർക്കാർ കുഞ്ഞുങ്ങളോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന, നാളെയുടെ തലമുറകളായ നമ്മുടെ കുട്ടികളോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന അവഗണന, കേന്ദ്രത്തിന്റെ അവഗണന, അതും ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അത് ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടത് തന്നെയാണ്. മന്ത്രിയെ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്തു. അതാണ് വി ശിവൻകുട്ടിയുടെ നട്ടല്ലെന്ന് പറഞ്ഞ അദ്ദേഹം അത് കൃത്യമായി കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ ഏത് തമ്പുരാനിരുന്നാലും പറയേണ്ടടുത്ത് അദ്ദേഹം പറയും. അത് കൃത്യമായി പറയാനും കഴിഞ്ഞു. ആ തന്റെ ഇടം അദ്ദേഹം കാണിച്ചുകൊണ്ടാണല്ലോ വിശ്വനാഥ് ആർലേക്കർ എന്ന് പറയുന്ന നമ്മുടെ ഗവർണർ ഭാരതാംബയും തൂക്കി പിടിച്ചുകൊണ്ടുള്ള യാത്ര അങ്ങ് അവസാനിപ്പിച്ചത്.
അതേ ഇപ്പൊ ഒരു പൊതു പരിപാടിയിലും ഈ പറയുന്ന ഭാരതാംബയുടെ ചിത്രം കൊണ്ടുവരുന്നില്ലല്ലോ. ഇതാണ് നിലപാട്, ഇടതുപക്ഷത്തിന്റെ നിലപാട്. ഈ നിലപാട് എക്കാലത്തും ആവർത്തിക്കുമെന്നുള്ളത് തന്നെയാണ്. PM ശ്രീയിൽ ഒപ്പിട്ടിരുന്നാലും ശരി, സംസ്ഥാന സർക്കാർ നട്ടലുള്ള സർക്കാരാണെന്നും ഞങ്ങൾ പഠിപ്പിക്കേണ്ടത് ഞങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചിരിക്കും എന്ന് പറയുന്ന തന്റെ ഇടമുണ്ടല്ലോ, ആ തന്റെ ഇടമാണ് ശരിക്കും ഇടതുപക്ഷത്തിന്റെ കൈമുതൽ എന്ന് പറഞ്ഞാൽ. അത് പക്ഷേ മറ്റൊരു ഇതിലേക്ക് ചർച്ചയിൽ നമ്മൾ പറഞ്ഞ പോലെ അത് പക്ഷേ VD സതീശനോ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കോ ഇല്ലാതെ പോയി. അന്നേരം ഈ പറയുന്ന VD സതീശൻ അടക്കമുള്ള നേതാക്കൾ ഈ ഗവർണർക്കെതിരായി SFIക്കാർ സമരം ചെയ്തപ്പോൾ അവരെ ഗുണ്ടകളെന്ന് വിളിക്കാൻ മാത്രമാണ് പുള്ളി ശ്രമിച്ചത്. അപ്പം ഇവിടെയാണ് ഇടതുപക്ഷ മന്ത്രിമാരുടെ ഒരു സ്ട്രെങ്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത് കൃത്യമായി പറഞ്ഞു. അവിടെ വന്നിട്ട് സുരേഷ് ഗോപി വളരെ പൊളൈറ്റായിട്ട് സംസാരിച്ചു പോയി. സുരേഷ് ഗോപി പറഞ്ഞു ഇത് കുട്ടികളുടെ വേദിയാണ്, ഇവിടെ അതിന്റെ ഗരിമ നഷ്ടപ്പെടുത്തുന്നൊന്നും ഞാൻ പ്രസംഗിക്കില്ല എന്ന് സുരേഷ് ഗോപി പറഞ്ഞു. സുരേഷ് ഗോപി അവിടെ പ്രസംഗിച്ചിരുന്നതിൽ ഏറ്റവും വലിയ ഫ്ലോപ്പ് ആയനെ. ഇരിക്കുന്ന എല്ലാവരും എതിർക്കും. സുരേഷ് ഗോപി അവിടെ എങ്ങനെ ന്യായീകരിക്കും? ഞങ്ങൾ ഫണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് സുരേഷ് ഗോപിക്ക് പറയാൻ പറ്റുമോ? അക്കമിട്ടിട്ടാണ് ഇദ്ദേഹം പറഞ്ഞത്, ശിവൻകുട്ടി പറഞ്ഞത് 1024 കോടി രൂപ ഞങ്ങൾക്ക് കിട്ടാനുണ്ട്, വിദ്യാഭ്യാസ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ കിട്ടാനുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞു. ആ കണക്കിനെ ഖണ്ഡിക്കാൻ സുരേഷ് ഗോപി ഏതറ്റം വരെ പോകാൻ പറ്റും സുരേഷ് ഗോപിക്ക്? ഈ പറയുന്ന തെറിവിളിയും അല്ലാതെ എല്ലാ കണക്കുകൾ വെച്ചിട്ട് സുരേഷ് ഗോപി സംസാരിക്കുമോ? അതിനുള്ള തന്റെ ഇടം സുരേഷ് ഗോപിക്ക് ഉണ്ടോ? മുഖ്യമന്ത്രി പറഞ്ഞ പോയിന്റിനെ വെട്ടാൻ എങ്ങനെ സുരേഷ് ഗോപിക്ക് സാധിക്കും? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് സുരേഷ് ഗോപിക്ക് വാദിക്കാൻ പറ്റുമോ? സുരേഷ് ഗോപിക്ക് വായടഞ്ഞു പോയി. മുഖ്യമന്ത്രി പറഞ്ഞ പോയിന്റുകളെ വെട്ടാനുള്ള ഒരു കാര്യവും സുരേഷ് ഗോപിയുടെ കയ്യിലില്ല. ഹൈദരലിക്ക് പറ്റിയ അനുഭവത്തിന് അപ്പുറത്ത് അതല്ല, ഇങ്ങനെയല്ല സംഭവം നടന്നതെന്ന് പറയാൻ സുരേഷ് ഗോപിയുടെ കയ്യിൽ ഡേറ്റ ഇല്ല. അവിടെ JSK എന്ന് പറയുന്ന സിനിമയ്ക്ക് മേലെ ഇവിടുത്തെ മതപരമായ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ഈ പറയുന്ന സീതാദേവിയുടെ പേരിട്ടു എന്നും പറഞ്ഞുകൊണ്ട് സെൻസർ ബോർഡ് അവിടെ അനുമതി നിഷേധിച്ചു. അതിനെ വെട്ടാൻ സുരേഷ് ഗോപിക്ക് എന്താ കഴിവുള്ളത്? അല്ല, എന്ത് പോയിന്റ് പറയും? ഇന്ന് വരെ ആ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായ കോലാഹലങ്ങൾക്കോ വിവാദങ്ങൾക്കോ ഇടയിൽ സുരേഷ് ഗോപി ഒരു ഘട്ടത്തിൽ പോലും ആ സിനിമയെ കുറിച്ചോ സെൻസർ ബോർഡ് അവർക്കെതിരെ നടത്തിയ ചതികളെ കുറിച്ചോ പറഞ്ഞിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? സുരേഷ് ഗോപിക്ക് അവിടെ സംസാരിക്കാനൊന്നും ഇല്ല. അല്ലെന്നുണ്ട് സുരേഷ് ഗോപി അവിടെ കയറി നിന്നിട്ട് കുട്ടികളുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഞാൻ അത് കൊണ്ടുവരും ഇത് കൊണ്ടുവരും എയിംസ് കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികൾക്ക് അതല്ല വേണ്ടത്, ഇതിനുള്ള മറുപടിയാണ് വേണ്ടത്. പത്രക്കാർ നിരന്നിപ്പുണ്ട്, അവർക്ക് കൃത്യമായ മറുപടി വേണം. JSK സിനിമ റിലീസ് ചെയ്യായിരുന്നു എന്തുകൊണ്ട്? സെൻസർ ബോർഡ് എന്തിനാണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത്? അപ്പൊ ഇതിനുള്ള മറുപടി കൊടുക്കാൻ സുരേഷ് ഗോപിയുടെ കയ്യിലില്ല. അപ്പം സുരേഷ് ഗോപി പുതിയൊരു തന്ത്രത്തിലേക്ക് പോയി. എന്താ ഇതൊരു കലാവേദിയാണ്, ഇത് കുട്ടികളുടെ വേദിയാണ്, ആ വേദിയുടെ ഗരിമ നശിപ്പിക്കുന്ന ഒന്നും തൽക്കാലം എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ള തരത്തിൽ നിന്നുകൊണ്ട് സുരേഷ് ഗോപി ആ ഒരു കാര്യത്തിൽ നിന്നും അങ്ങ് സ്കിപ്പ് ചെയ്തു. അത് വളരെ ഗ്രാൻഡ് ആയിട്ട് അങ്ങ് പോയി. കാര്യം അവിടെ നിന്നിട്ട് തെറി വിളിക്കാൻ പറ്റത്തില്ല. മറ്റേ മോനെ മറിച്ച മോനെ അവിടെ നിന്നിട്ട് വിളിക്കാൻ പറ്റത്തില്ല. പിള്ളേർ കൂവി ഓടിക്കും. പിള്ളേർക്ക് മനസ്സിലാവും സ്റ്റാൻഡേർഡ്. തന്നെ ഇപ്പം സുരേഷ് ഗോപിയുടെ ഒരു സ്റ്റാൻഡേർഡിനെ കുറിച്ച് സ്കൂൾ കുട്ടികൾക്കെല്ലാം ഏറെക്കുറെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇത് വേറൊരു തലമാണെന്നും അത് വേറൊരാളാണെന്നും. സുരേഷ് ഗോപിയെ പോലെ, സത്യം പറഞ്ഞ സുരേഷ് ഗോപിയെ പോലെ കുട്ടികൾക്ക് ഒരുപക്ഷെ താല്പര്യം ഉണ്ടായിരുന്ന ഒരു നടൻ തന്നെയായിരുന്നു സുരേഷ് ഗോപി. ഒരു കാലത്ത് കുട്ടികളുടെ ഹീറോ ആയിരുന്നു. നമ്മുടെയൊക്കെ തലമുറ ഇങ്ങനെ വരുന്ന സമയത്ത് സുരേഷ് ഗോപി കാണിക്കുന്ന ആക്ഷൻ ഹീറോയിസം ഒക്കെ കണ്ടിട്ട് നമ്മൾ കൈയടിച്ചിട്ടുണ്ട്. തിയേറ്ററിൽ പോയിരുന്നിട്ട് തിയേറ്റർ പിടിച്ച് കുലുക്കിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ആ സുരേഷ് ഗോപി ഒരു വലിയ കോമാളിയായി മാറുന്ന കാണുമ്പോൾ ആ ഒരു തലമുറയിൽപ്പെട്ടവർക്ക് വല്ലാതെ വിഷമം തോന്നുന്നുണ്ട്. ഈ സുരേഷ് ഗോപി എന്താ ഇങ്ങനെ ആയി പോയത്? പിന്നെ സുരേഷ് ഗോപി നടത്തിയിട്ടുള്ള കുറച്ച് ചാരിറ്റി വർക്കുകൾ അതെല്ലാം കണ്ട് കൈയടിച്ചിരുന്ന ഒരു വലിയ ജനത നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. ആ ഒരു പച്ചയിൽ മാത്രമാണ് സുരേഷ് ഗോപി ശരിക്കും ഇങ്ങനെ ഒരു മന്ത്രി എന്ന നിലയിലേക്ക് വന്നത്. പക്ഷേ പലപ്പോഴും ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന പോയിന്റുകളെ കൃത്യമായി ബ്രേക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഇതാണ് യഥാർത്ഥ ഡേറ്റ എന്ന് പറഞ്ഞ് മുന്നോട്ട് വെക്കാൻ ഒരു സംഭവം സുരേഷ് ഗോപിയുടെ കയ്യിലില്ല. അതിന് പകരം അതിനെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മറ്റേ മോൻ മറിച്ച മോൻ ഇങ്ങെടുക്കുക, മറ്റേ വായിത്തോന്ന് അവിടെ നിന്ന് ബുൾഡോസറുമായിട്ട് യോഗി ആദിത്യനാഥ് ഇവിടേക്ക് കയറി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ എയിംസ്, ഈ എയിംസും പറഞ്ഞ 6 മാസത്തിന് മേലെ എയിംസും തല വെച്ച് നടക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് എവിടെയെങ്കിലും എയിംസിന് കല്ലിടാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെ എയിംസ് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ ഒരു പേപ്പർ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ നിങ്ങൾ രേഖാമൂലം തരാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. എയിംസ് കയ്യിലുണ്ടെന്ന് പറഞ്ഞു നടക്കുകയാണ്. എയിംസ് വരുമെന്ന് പറഞ്ഞു നടക്കുകയാണ്. അതിന് വേണ്ട പ്രാരംഭ നടപടികൾ പോലും ഇതുവരെ പൂർത്തീകരിക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പേപ്പർ മുന്നോട്ട് നീക്കാനോ ഈ സുരേഷ് ഗോപി കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലേ ഇല്ല. പിന്നെ എങ്ങനെ വിശ്വസിക്കും എയിംസ് വരുമെന്നുള്ള കാര്യം? എങ്ങനെ നമ്മൾ വിശ്വസിക്കണം? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും ഈ സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. വെറുതെ എല്ലാ കാര്യങ്ങളും വെറും ഈ വാചക കസർത്തുകൾ കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു കേന്ദ്രമന്ത്രി. അതിനപ്പുറത്തേക്ക് യാതൊരു പ്രാധാന്യവും സുരേഷ് ഗോപിയുടെ വാക്കുകൾ കൊടുക്കണ്ട എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം.